ഹായ് ഓൾ. അപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് റെസ്റ്റ് ഒന്നുമില്ല, വീട്ടിൽ ഇരിക്കാന്ന് വെച്ചിട്ട് നടന്നില്ല. മെറ്റീരിയൽ സോഴ്സിങ്ങിനായിട്ട് പോകണമായിരുന്നു, ട്രിവാൻഡ്രം പോകണമായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് ആദ്യം ഇറങ്ങിയത്. പക്ഷേ ഒന്ന് ജംഗ്ഷൻ വരെ പോയപ്പോൾ തന്നെ മഴക്കുള്ളതുകൊണ്ട് പേടിച്ചിട്ട് തിരിച്ച് ഫ്ലാറ്റിൽ വന്ന് കാറും എടുത്തിട്ടാണ് പോയത്. ഈ ബൈക്കിൽ പോണതിൻ്റെ മെയിൻ കാര്യം അതാകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ ട്രാഫിക്കിലൂടെ തന്നെ പെട്ടെന്ന് പോയിട്ട് കാര്യം നിർത്തി ഇങ്ങി വരാം. കാറാകുമ്പോൾ പിന്നെ പാടാണ്, പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കണം, സമയം എടുക്കും. അത് കാരണം ഞങ്ങൾ മാക്സിമം ടു വീലറിൽ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഷോപ്പ് ക്ലോസ് ചെയ്തതാണ്. കഴിഞ്ഞ 4 ഞായറാഴ്ചയായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് വർക്കേഴ്സിനാണെങ്കിലും റെസ്റ്റും ഇല്ല, വാഷ് ചെയ്ത ഡ്രസ്സൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവരും പിണക്കമായിരുന്നു. അങ്ങനെ ഈ ആഴ്ച എന്നാൽ റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തത്. അപ്പോഴെനിക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കണം. അത് മെയിനായിട്ട് പ്യുവർ സിൽക്കിൻ്റെ നമുക്ക് പ്ലെയിൻ ഫാബ്രിക് ഇവിടെ അധികം ആറ്റിങ്ങിൽ കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും പോത്തീസ് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇറങ്ങിയത്. പോണ വഴി അധികം മഴയില്ലായിരുന്നു, ചെറിയ മഴയുള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി കാര്യം നടത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു വരാം. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാണത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ ആടി സെയിൽ നടക്കുന്ന കാര്യം ഞങ്ങൾ ഓർത്തില്ല. പണ്ടൊക്കെ ഇതെനിക്ക് വലിയൊരു റൂട്ടീൻ കണക്കായിരുന്നു. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ മെറ്റീരിയലിനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒക്കെ പോകേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. വർക്കേഴ്സിനെ ഇട്ടിട്ടും വർക്ക് ഇട്ടിട്ടും പോകാനും പറ്റത്തില്ല. ഞങ്ങളില്ലെങ്കിൽ ഒരാളും ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റും വരും. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല. അത് കാരണം ഇപ്പം ചുരുക്കി മാക്സിമം ഇവിടെ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ എനിക്കിപ്പോൾ ഒത്തിരി ഡീലേഴ്സായിട്ട് അറിയാമല്ലോ, അല്ലെങ്കിൽ ജെനുവിൻ ഡീലർ ഏതെന്നൊക്കെ അറിയാമെന്നുള്ളത് സൂറത്തിൽ നിന്ന് അവിടെ നിന്ന് നോക്കി മെറ്റീരിയൽ ഓർഡർ ചെയ്യും. പോത്തീസ് ചെന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങോ വെളിയിലുള്ള പാർക്കിങ്ങോ ഒന്നുമില്ല, എല്ലാം ഫുള്ളാണെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി തിരക്കാണെന്ന്. ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായത്. ആടി സെയിലാണ്, പോരാത്തതിന് സൺഡേ ആണ്, മണ്ണ് വാരിയുള്ള സ്ഥലമില്ലെന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. നേരെ ഞാൻ പോയത് പ്യുവർ സിൽക്കിൻ്റെ സെക്ഷനിലാണ്. അപ്പം ബ്ലസ്സി എന്ന് പറഞ്ഞൊരു ബ്രൈഡിന് വേണ്ടിയിട്ടായിരുന്നു മേടിക്കാനുള്ളത്. ബ്ലസ്സി എനിക്ക് ജർമ്മനിയിൽ നിന്നാണ് ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഓർഡർ വന്നത്. അപ്പോൾ ആളിനെ ഞാൻ കുറേ വീഡിയോ കോൾ ചെയ്തു. പക്ഷേ ടൈമിങ്ങിൻ്റെ ഇഷ്യൂ കാരണമാണോ അത് ഡ്യൂട്ടിയിലായിരുന്നുകൊണ്ടാണോ എന്തോ ആൾ എടുത്തില്ല. അങ്ങനെ ഞാൻ അതിന് മാച്ച് ചെയ്യുന്ന ഒരു 2-3 മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അവിടെ വെച്ചിട്ട് കാണണമെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ എൻ്റെ ഒരു ബ്രൈഡിനെ കണ്ടു. കാരണം ഞാൻ പറഞ്ഞില്ല അത്രയും തിരക്കാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രധാനല്ല ചേച്ചി എന്ന് പറഞ്ഞ് എൻ്റെ ബ്രൈഡ്സ് തന്നെ വിളിക്കണുണ്ടായിരുന്നു. ആറ്റിങ്ങിൽ മൊത്തം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇതെൻ്റെ അപ്കമിങ് ബ്രൈഡാണ്, ഒക്ടോബർ ബ്രൈഡാണ്. അപ്പോൾ പുള്ളിക്കാരിയും കുറച്ച് കാര്യങ്ങളൊക്കെ സാരിയുടെ നോക്കി വെച്ച സാരിയുടെ കളറെല്ലാം കാണിച്ചു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞ് അവിടുത്തെ ഒരു കസ്റ്റമർക്കൊന്ന് ഒരു മെറ്റീരിയലിൻ്റെ സെലക്ഷൻ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ, ഏതാ നല്ലതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം പറഞ്ഞു കൊടുത്തു. നല്ല സാരിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഓഫറും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ലാത്തതുകൊണ്ട് ചേട്ടൻ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. ഒന്നും നോക്കണ്ട, നേരെ പോകും, പെട്ടെന്ന് തിരിച്ച് പോകണം, അടുത്ത ട്രാഫിക്കിൽ കൂടുന്നതിന് മുന്നേ മഴയ്ക്ക് മുന്നേ പോകണമെന്ന് പറഞ്ഞ് വേളം വെച്ചുകൊണ്ടേയിരുന്നു. രണ്ടാമത് ഞാൻ വേറൊരു ഓൺലൈൻ കസ്റ്റമറുടെ ഫാബ്രിക്കാണ് നോക്കിയത്. പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ അവർ ടെസൽസ് കിട്ടുന്നത് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. കാരണം നമ്മളെല്ലാം പതുക്കെയല്ലേ ചെയ്യണം, ഇവർ ഭയങ്കര എക്സ്പേർട്സ് അല്ലേ, പെട്ടെന്ന് ചെയ്യും. അപ്പോൾ അത് നോക്കിയിരിക്കുമായിരുന്നു ആൾ. അത് കഴിഞ്ഞ് ചേട്ടൻ ആ സെക്ഷനിൽ തന്നെ, ആ ഫ്ലോറിൽ തന്നെ ഈ പ്യുവർ സിൽക്കിൻ്റെ ബില്ല് പേയ്മെൻറ്റിന് പോയ സമയത്ത് ഞാൻ ഈ സാരി ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പിസ്ത ഗ്രീനും അല്ല പാരറ്റ് ഗ്രീനും അല്ലാത്തൊരു സാരിയുടെ കൂടെ റെഡ് കളർ കോമ്പിനേഷൻ. ആ സാരി വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എടുത്തില്ല. അത് കഴിഞ്ഞ് മുകളിലത്തെ സെക്ഷനിൽ റണ്ണിങ് ഫ്ലോറിൻ്റെ സെക്ഷനിൽ പോയി. അവിടെ ചെന്നപ്പോഴും ഞാൻ ഉദ്ദേശിച്ച കസ്റ്റമർ ഫാബ്രിക് കിട്ടിയില്ല. പക്ഷേ എന്തായാലും ചെന്ന സ്ഥിതിക്ക് ഞാൻ എനിക്കെടുത്തു. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു യെല്ലോ. അത് നമുക്ക് ഇടുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് കളറായിട്ട് തോന്നുന്നതാണ്. പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. മീറ്റർ 600 സംതിങ്. അപ്പം 2.5 മീറ്റർ ടോപ്പിന് എടുത്താൽ റേറ്റ് ആവുമെന്ന് വെച്ചാൽ അത് ഞാൻ വെച്ചു. അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടതെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിരുന്ന ദുപ്പട്ട സെക്ഷനിൽ ഇത് കണ്ടത്. എനിക്ക് ഒരുപാട് ഇതുപോലത്തെ മൾട്ടി കളർ ദുപ്പട്ടകളുണ്ട്, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് വീണ്ടും മേടിക്കും. പിന്നെ അതിന് മാച്ച് ചെയ്തിട്ടൊരു പ്ലെയിൻ ഫാബ്രിക് ടോപ്പിനും എടുത്തു. ഇതിപ്പോൾ ആർക്കാണ് എടുക്കാൻ വന്നത്, കസ്റ്റമർക്കാണോ ഇവക്കാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രശാന്തേട്ടനെയാണ് ഈ കണ്ടത്. പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. കാരണം ഇവിടെ നിന്ന് പിന്നെ പോണ വഴി ലുലുന്ന് സാധനം മേടിക്കാമെന്നൊക്കെയാണ് ഓർത്തത്. അതെന്തായാലും മഴയത്ത് നടക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങളെല്ലാം മേടിച്ചു. ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഒക്കെ കിട്ടുമല്ലോ. ഞങ്ങൾ എങ്ങും കഴിക്കാനൊന്നും നിർത്തിയില്ല. കാരണം പെട്ടെന്ന് അങ്ങ് പോയി റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ ഒരു ചോക്ലേറ്റ് മാത്രം മേടിച്ചാണ് കഴിച്ചത്. സാധാരണ പുറത്ത് പോണ കാര്യം നടന്നില്ലെങ്കിൽ നല്ലതായിട്ട് ഫുഡ് തട്ടി വിടുന്നതാണ്. ഇത്തവണ അതൊന്നും ചെയ്തില്ല. നേരെ പോയി കിടക്കണം, റെസ്റ്റ് എടുക്കണം, എന്നാലേ തിങ്കളാഴ്ച തൊട്ട് അടുത്ത വീക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളല്ലോ എന്നൊക്കെ ഓർത്തിരുന്നതാണ്. പോണ വഴി നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം കോരാണി എത്തിയപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഷോപ്പില്ലേ, ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്, തോന്നയ്ക്കൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു, ഇപ്പം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ മാമത്ത് 4 വണ്ടി ഒന്നിച്ചിടിച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ ഈ തോന്നയ്ക്കൽ നിന്ന് വന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്തതാണ്. പിന്നെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു ഒരു 3.5 മണിക്ക് ഇവിടെ എത്തിയതാണ്. പിന്നെ ഒരു 5:30 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമറായിരുന്നു. അപ്പോൾ വന്നവരെല്ലാം പറയുമായിരുന്നു നിങ്ങൾ സൺഡേ ഓപ്പൺ ചെയ്യണ്ടേ, സൺഡേ അല്ലേ ഞങ്ങൾക്ക് പോലുള്ള ഒരു ദൂരം നിന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാ സൺഡേസും ഓപ്പൺ ചെയ്യത്തില്ല. കാരണം ഞങ്ങൾക്ക് റെസ്റ്റ് വേണം, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, മക്കളെ നോക്കണം, വർക്കേഴ്സിനാണെങ്കിലും അവരുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം, അവനവൻ്റെ കാര്യം കൂടെ കുറച്ച് നോക്കണ്ടേ. അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ വന്നവരെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഡീൽ ചെയ്തത്. എനിക്ക് വട്ടായി. കാരണം എഴുതാനും പിടിക്കാനും അളവെടുക്കാനും എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. സ്റ്റാഫൊന്നും ഇല്ലല്ലോ, ചേട്ടൻ എന്നെ ആക്കിയിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അങ്ങ് ഇരുന്ന്. കാരണം എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി കഴിച്ചിട്ട് വന്നോ എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച് വേണ്ട, പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് 5:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരെയും ഡീൽ ചെയ്തു.
അപ്പം ഞാൻ ഒരു കാര്യവും കൂടെ പറയാം. എന്തായാലും ചിങ്ങം വെഡ്ഡിങ്ങിൻ്റെതും അതുപോലെ തന്നെ ഒക്ടോബർ വെഡ്ഡിങ്ങിൻ്റെയും എല്ലാവരും വെച്ചുകൊണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത്. കാര്യം നല്ല റഷുണ്ട്. ഞങ്ങൾക്ക് നല്ല എല്ലായിടത്തും ടെക്സ്റ്റൈൽസ് ചെന്നാലും അന്ന് അത്രയും മഴയുള്ള ദിവസമായിട്ട് പോലും ഞങ്ങൾ പറയുമായിരുന്നു, റോഡിലെല്ലാം അത്രയും പെരുമഴയത്തും ആൾക്കാർ ബാഗ് നിറച്ച് സാധനവും മേടിച്ച് പോകുമായിരുന്നു. ഒരുപാട് നല്ല മുഹൂർത്തമുള്ളതല്ലേ, ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നല്ല മുഹൂർത്തമുള്ളതായതുകൊണ്ട് നല്ല തിരക്ക് കാണും. അപ്പോൾ ആരും എടുത്തിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു. അടുത്ത ആഴ്ച തൊട്ടൊക്കെ എന്തായാലും എല്ലാ സൺഡേയ്സും ഞങ്ങളും വർക്കിംഗ് ആയിരിക്കും. ലാസ്റ്റ് വന്നത് ഇവരെയും ഡീൽ ചെയ്തിട്ട് പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ നല്ല ഉറക്കമായിരുന്നു.